അമേരിക്കയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഈ പുരുഷന്മാർക്ക് ഈ ന്യൂഡിറ്റിയോട് എന്താണ് ഇത്ര ഒരു നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? പക്ഷെ കിട്ടിയില്ലേ? ദിവ്യപ്രഭയുടെ കാര്യമായിരിക്കും ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ദിവ്യപ്രഭയുടെ സിനിമയിൽ സംവിധായകനാണോ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ളത്, കാണുന്നവർക്കാണോ സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ളതെന്ന് ഒന്ന് തീരുമാനിക്കണം. അതിനപ്പോൾ ആക്ടേഴ്സിനും കൂടി ഉണ്ടോ തീരുമാനിക്കണം. അല്ലെങ്കിൽ അവരെ രംഗോടെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇതിപ്പോ കാണുന്നവർക്കാണോ പ്രശ്നം, അതിപ്പോ ചെയ്തവർക്കാണോ പ്രശ്നം? അതെന്നാ പരിപാടിയുടെ പോയി വെടിമരുന്ന് നിറച്ചവർക്കും തീ കൊളുത്തിയവർക്കും അല്ലയോ ഒച്ചയായിട്ടവർക്കാണോ കേസ്? കേരളത്തിലെ പുരുഷന്മാരുടെ മെക്കെട്ട് കയറി നിങ്ങൾക്ക് ലൈംഗികതാരിത എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ഈ പറഞ്ഞ പുരുഷന്മാരും ആരുടെ വീട്ടിലോട്ടൊന്നും ചെല്ലണമെന്നില്ല. ഇപ്പൊ ദിവ്യപ്രഭയുടെ തന്നെ പറഞ്ഞിട്ടില്ലേ മലയാളികൾക്ക് ലൈംഗികതാരിതരാണെന്ന്. എന്താ പറയാൻ കാരണം? എന്താ ക്ലിപ്പ് കണ്ടോണ്ടാണോ? പിന്നെ എന്താ ഇതുപോലുള്ള വിഡിത്തങ്ങളൊക്കെ പുലമ്പുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? പിന്നെന്താ പ്രശ്നം? ക്ലിപ്പ് കാണാൻ പാടില്ലേ? ചെയ്ത കാണൂന്ന്, അതിനെന്താ പ്രശ്നം? എന്താ ശരിയല്ല മാവാ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ശരിയാ പിന്നെന്താ പ്രശ്നം? ആ സീൻ അവിടെ ആവശ്യം എന്താ ഒന്ന് പറഞ്ഞു. അതല്ല ഉദ്ദേശം. അതിന്റെ ആ സിനിമയിൽ ആ ക്ലിപ്പിന്റെ ആവശ്യം ഉണ്ടെന്നിരിക്കെ തന്നെ കാണണം, കേരളത്തിൽ കത്തണം, മനസ്സിലായി? എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് പുരുഷന്മാരുടെ നെഞ്ചത്തൊന്ന് വീഴണം. വനിതാ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ ഈർക്കിൽ സംഘടന ഉണ്ടെന്ന് കരുതി സകല പുരുഷന്മാരെ കയറി ഭരിക്കാവുന്ന ഇതിനെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ കുറെ ഫെമിനിസ്റ്റുകൾ ഇറങ്ങണം. ഓ ഇത് ലൈംഗികതാരിദ്ര്യം. വനിതാ ദിനം, വനിതാ മോചനവേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലത്തെ ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. ആണുങ്ങളൊക്കെ ഇവിടെ ജീവിച്ച് പൊക്കോട്ടെ. അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. ഇത് നോക്കും, അതിനിപ്പോ എന്താ? കാണും, ഞാൻ ഉൾപ്പെടെ കാണും. അതിനെന്താ പ്രശ്നം? കാണിച്ചുകൊണ്ടല്ലേ കാണുന്നേ, അല്ലാതെ ഇത് നടന്നുപോയ ഒരാളോടൊന്നും പറയുന്നില്ലല്ലോ. ഒന്ന് തുറന്നേ, ഒന്ന് കാണട്ടെ. പോയിന്റ് മനസ്സിലായോ? എടോ ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. കുറച്ച് ഫെമിനിസ്റ്റ് ആയ സ്ത്രീകളും ഇപ്പൊ അനുവിനെ പോലെ ഇരിക്കുന്ന ഇത് മറ്റേ ആണല്ലോ, അങ്ങനെ ആയതുകൊണ്ടേ പറയുന്നത്. രണ്ടു വർത്തമാനം പറയരുതല്ലോ, അല്ലേ? അല്ല പിന്നെ അപരാധം പറഞ്ഞുണ്ടാക്കുന്നതിന് വലിയ ഒരു അതിര്. ഞാൻ പോകുന്നു. ബൈ.